രാജുവിനെ ഇവിടെ വെച്ച് കാണാൻ കഴിയണേ. ഇന്ന് അമ്പലത്തിൽ എന്തെങ്കിലും വിശേഷ പൂജ ഉണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. അതെ, ഇന്ന് വഴിപാടുകളെല്ലാം ഇത്തിരി വൈകും. രസീത് തരാനും വൈകും. അതെന്താ? ഇന്നത്തെ ദിവസത്തെ പ്രത്യേക പൂജകളെല്ലാം ഒരു VIP ആണ് നടത്തുന്നത്. അകത്ത് അദ്ദേഹത്തിന്റെ വക ഗണപതി ഹോമം നടക്കുക. അത് കഴിഞ്ഞ് സർവേശ്വര പൂജയും ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞേ മറ്റു വഴിപാടുകൾ കഴിക്കൂ. ക്ഷേത്രത്തിലും ഭക്ഷവേദോ? ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യമാ. ഇതെന്താ ആളും തരവൊക്കെ നോക്കിയാണോ നിങ്ങൾ പൂജ ചെയ്യുന്നേ? അല്ല, അതൊരു VIP വക പൂജയല്ലേ? VIP വക പൂജയോ? എന്റെ അനിയനേക്കാൾ വലിയ VIP ഈ നിൽക്കുന്ന ആളെ നിങ്ങൾക്കറിയോ? ഇത് പ്രതാപവർമ്മ സാറല്ലേ? എനിക്കറിയാം. എടോ, പ്രതാപവർമ്മയേക്കാൾ വലിയ VIP ആരാ ഈ നാട്ടിലുള്ളേ? മാഡം ദേഷ്യപ്പെടാതെ. പ്രതാപവർമ്മ സാർ മുൻ മന്ത്രിയാണ്, VIP-യുമാണ്. ഇപ്പൊ സാറിന്റെ അവസ്ഥയും എനിക്കറിയാം. ഇന്ന് നടക്കുന്ന പൂജ സാറിനേക്കാൾ വലിയൊരു VIP-യുടേതാണ്, ഒരു കേന്ദ്രമന്ത്രിയുടെ. കേന്ദ്രമന്ത്രിയുടെ മകളും ഈ നാട്ടിലുള്ള ഒരു പയ്യനുമായിട്ടുള്ള വിവാഹം നടക്കാൻ പോവുകയാണ്. അതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു പൂജയാ. ആ പയ്യനും ഫാമിലി ഇപ്പൊ വരും. അവർ വന്ന് ചടങ്ങ് കഴിഞ്ഞ് പോയ ശേഷമേ മറ്റു പൂജകളും വഴിപാടുകളും നടക്കൂ. ചേച്ചി, നമുക്ക് അമ്പലം വലം വെച്ച് പ്രാർത്ഥിച്ചാലോ? രാജുവിനെ കാണണമെങ്കിൽ ഈ അമ്മായിയുടെ കണ്ണീന്ന് മാറണം. അച്ഛാ, നിങ്ങൾ അങ്ങോട്ട് നടന്നോ. ഞാൻ ഈ ഗണപതി നടയിൽ പ്രാർത്ഥിച്ചിട്ട് വരാം. ചേച്ചിയോ? ആ പെൺകുട്ടി വന്നില്ലല്ലോ, ഐശ്വര്യ. വന്നിട്ടില്ല. അവളുടെ കാറ് കാണുന്നില്ലല്ലോ. ആ, എന്നാ പിന്നെ അവളും കൂടെ വരട്ടെ, എന്നിട്ട് നമുക്ക് അമ്പലനടയിലേക്ക് പോവാം. അമ്മേ, ഇവിടെ നല്ല വെയിലാ അമ്മേ. എത്ര നേരം വെച്ചാ ഇവിടെ നിൽക്കുക? കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക വഴിപാട് പൂജയായി ഇവിടെ നടക്കുന്നത്. അതിന് ആദ്യം വരുന്നത് കല്യാണ പെണ്ണല്ലേ. അവള് വരട്ടെ, എന്നിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. എന്റെ ദേവി, ഇന്ന് രാജുവിനെ ഇവിടെ വെച്ച് കാണാൻ കഴിയണേ. എന്താ ചൂടാ. അല്ല, ഇതെന്താ ക്ഷേത്രത്തിൽ വന്നിട്ട് അന്യരെ പോലെ ദൂരെ മാറി നിൽക്കുന്നേ? പൂജയ്ക്ക് വരേണ്ട പ്രധാനപ്പെട്ട ആള് വന്നിട്ടില്ല തിരുമേനി. അതിനെന്താ, വരേണ്ട ആള് വരട്ടെ. അതുവരെ ഇവിടെ നിൽക്കുന്നതിനേക്കാൾ അകത്ത് കയറി പ്രാർത്ഥന ഇവിടെ നിൽക്കുന്നതല്ലേ നല്ലത്. വരിക. അദ്ദേഹം പറഞ്ഞത് ശരിയാ, നമുക്ക് അകത്തേക്ക് പോവാം. വാ വാ മക്കളെ.
ശ്രീദേവി, രാജുവിന്റെ എല്ലാ തെറ്റിദ്ധാരണകളും മാറണേ. ഞങ്ങളെ ഒരിക്കലും വേർപിരിക്കല്ലേ. ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് അടുപ്പിച്ചോളൂ. ശരി. നമസ്കാരം. നമസ്കാരം. ഇന്ന് സാറിനും കുടുംബത്തിനും വേണ്ടിയിട്ടുള്ള പ്രത്യേക പൂജയും വഴിപാടുമാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് മറ്റുള്ളവരുടെ വഴിപാടുകൾ സ്വീകരിക്കൂ. അതെന്താ അങ്ങനെ? ദേവിയുടെ തിരുനടയില് പാർഷ്യാലിറ്റിയോ? പാഷ്വാലിറ്റി ഒന്നുമല്ല, 2 VIP ഫാമിലി സംയുക്തമായി നടത്തുന്ന വിശേഷാൽ പൂജയല്ലേ. അപ്പോ VIP-കളെ പരിഗണിച്ചല്ലേ പറ്റൂ. ഒരാൾ കേന്ദ്രമന്ത്രി, സാറ് വലിയൊരു ബിസിനസ്സുകാരൻ. ദൈവത്തിന്റെ മുമ്പില് അങ്ങനെയൊക്കെ ഉണ്ടോ? ഇവിടെ എല്ലാവരും ഒന്നല്ലേ? ദൈവത്തിന്റെ മുമ്പില് സമ്പന്നനും ദരിദ്രനും പണ്ഡിതനും പാമരനും ഒരുപോലെയല്ലേ? ഞങ്ങളൊക്കെ അങ്ങനെയാ കരുതിയിരിക്കണേ. എന്തൊക്കെ സോഷ്യലിസം പറഞ്ഞാലും കാശുള്ളവരുടെ വില വന്ന് വേറെ തന്നെയാ. പണമില്ലാത്തവൻ പിണമെന്നാ പുരാണം. ഞങ്ങളെ പണക്കാരായി കണ്ട് ഞങ്ങൾക്ക് മുൻഗണനയൊന്നും തരണ്ട. ഈ അമ്പലത്തിലെങ്കിലും മനുഷ്യരെ എല്ലാം ഒന്നായി കാണണമെന്ന ഒരപേക്ഷയുണ്ട്. എത്ര പണമുണ്ടെങ്കിലും മനുഷ്യരെല്ലാം ഒരുപോലെയാ. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. ഇങ്ങോട്ട് വരാൻ.